ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത്യാവശ്യം ഒരു 2 ആഴ്ച മുകളിലായി ഒരു വീഡിയോ ചെയ്തിട്ട്. നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ടായി എന്തായാലും. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇന്നൊരു ഡിവിഷൻ മാച്ചാണ്. ഒപ്പോണ്ടെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്ന ഫ്രാൻസിൻ്റെ എപ്പിക് പാക്ക് ഫുള്ളായിട്ട് തൂക്കിയേക്കണ ഒരു ഒപ്പോണ്ടാണ്. എന്തായാലും ഫുൾ സ്കോഡ് 3 പേരും സ്കോഡിലുണ്ട്, ഒപ്പോണ്ടിൻ്റെ സ്കോഡിലുണ്ട്. ആ സ്കോഡായിട്ടാണ് കളിക്കാൻ പോണത്. പിടിച്ചിട്ടുണ്ട്, ക്രൈഫ് പിടിച്ചിട്ടുണ്ട്. ബോള് നെയ്മർക്ക് കൊടുക്കാം, ബാക്കിലേക്ക് പനിയിക്കാം. കിട്ടിയിട്ടുണ്ട്, വീണ്ടും നെയ്മർക്ക് കൊടുക്കാം, സൈഡിലേക്ക് പോകാം. സാൻഡോസിൻ്റെ നെയ്മറാണ്. ബ്ലിറ്റ്സടിച്ച് നോക്കാം, സ്കില്ലിടാം, ബ്ലിറ്റ്സടിച്ച് നോക്കാം. ഗോളായിട്ടുണ്ട്, ബ്ലിറ്റ്സ് കയറിയിട്ടുണ്ട്. എന്തായാലും അടിപൊളി ഗോളാണ്. എന്തായാലും ബ്രസീലേക്ക് ഒറ്റ സ്കില്ല് പോയി. അപ്പോൾ ഒരു ഗോളിന് ലീഡ് പിടിച്ചിട്ടുണ്ട്. എന്തായാലും നോക്കി നോക്കാം എന്താവുന്ന. ഷെവച്ചെങ്കോ നെയ്മർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, കിട്ടിയില്ല. തുറാം എടുത്തിട്ടുണ്ട്. കസമീറോ നെയ്മർക്കൊക്കെ നല്ല പാസ്സാണ് കിട്ടിയാണ്. കർവ് അടിച്ച് നോക്കാം. ഗോളി സേവ് ചെയ്ത്. ഫൗളോ ഒപ്പോണ്ടായിട്ടൊക്കെ എപ്പോഴും ഫൗൾ ചെയ്തിട്ടുണ്ട്. അത് കാരണം പെനാൽറ്റി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നെയ്മർ അത്ര എത്തിച്ചല്ലേ, നെയ്മറെ കൊണ്ട് തന്നെ എത്തിക്കാണ്ട്. അപ്പോൾ ഒരു നന്നടിക്കിട്ടായിട്ടുണ്ട് ഏകദേശം. ഗോളി സേവ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഗോളി അനങ്ങിയില്ല. അങ്ങനെ നെയ്മർ രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും നെയ്മർ സീനിലാണ്. അതിന് 2 ഗോളിന് ലീഡ് പിടിച്ചിട്ടുണ്ട് 32ാമത്തെ മിനിറ്റിൽ. ഒപ്പോണ്ട് തുറാമ് ബസീലി നെയ്മർക്ക് വെച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ബ്ലിറ്റ്സടിച്ച് പോകാം. പുറത്തേക്കായി പോയി. അതും കൂടി ഗോളി വരികയാണെങ്കിൽ സീനായേനെ, പക്ഷേ പുറത്തേക്കായി പോയി. വിയർ എടുത്തിട്ടുണ്ട്. എംബാപ്പെ ഷെവയ്ക്ക് വെച്ച് നെയ്മർക്ക് കിട്ടിയിട്ടുണ്ട്. നെയ്മർ തുറാമുണ്ട് പുറകെ തന്നെ. ഇവിടെ തിരിക്കുക, വീണ്ടും സ്കില്ലിട്ട് തുറാമ് വീണു. അടിച്ചു നോക്കാം, പിടിച്ച് ഗോള് പിടിച്ച് ലിവർക്കാൻ പിടിച്ചു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് 2 ഗോളിന് ലീഡുണ്ട്. എന്തായാലും സെക്കൻഡ് ഹാഫ് അങ്ങനെ തുടങ്ങുകയാണ്. ഒപ്പോണ്ട ടച്ചോടുകൂടി ഒപ്പോണ്ട അറ്റാക്കിനെ കിട്ടുന്നുണ്ട്. എന്തായാലും ഈ കളി സീനാവെന്ന് തോന്നുന്നു. നോക്കി നോക്കാം നമുക്ക്. തുറാമ് ഒപ്പോണ്ട് അറ്റാക്ക് വരെയാണ്. കിട്ടിയിട്ടുണ്ട്, പാസ് കൊടുക്കാൻ ശ്രമിച്ചെങ്കിൽ കിട്ടിയില്ല. ഡെസയിലെടുത്തു. വിയര കിട്ടിയില്ല. നെയ്മർക്ക് കിട്ടിയിട്ടുണ്ട്. സൈഡിലൂടെ ഓടിക്കാം. ഡെസയിൽ പുറകെ തന്നെ ഉണ്ട്. ഡെസയിൽ പോയി. തുറമുണ്ട്, സ്കില്ലിടാം. തുറമോടെ കിടക്കുന്നുണ്ട്. ഡെസയിൽ സ്കില്ലിട്ടത് ആയില്ല, വർക്കായില്ല. ഡെസയിലെടുത്തു. ടോണി അഡാംസ് എടുത്തില്ല. കുട്ട ഫൗളില്ല, ഫൗൾ വിളിച്ചില്ല. അതെന്താ ഫൗൾ വിളിക്കേണ്ടത്? ബോളിലേക്കെല്ലാം ഉണ്ട്. ഹെഡ് ഗോൾ പിടിച്ചിട്ടുണ്ട്. ചെക്കെടുത്തു, ഫ്രണ്ടിലേക്ക് കൊടുക്കാം. ഷെവച്ചെങ്കയ്ക്ക് കിട്ടി, പക്ഷെ നെയ്മർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രണ്ടിലേക്ക് പോവാം. ചെറുതായിട്ടൊരു സ്കില്ലിട്ടിട്ട് പാസ് ഇട്ട് നോക്കാം. സ്കില്ല് വർക്കായി, പക്ഷേ ബോളെടുത്തുണ്ട്. പാസ് കൊടുക്കാം. മിസ് പാസ് ആയിട്ടുണ്ട്. നമുക്കെന്തായാലും ഒരു സബ് നോക്കി നോക്കാം. സബ് ഇറക്കാൻ നോക്കാം. ഇതാണ് നമ്മുടെ സ്കോഡ്. ഫുള്ളൊരു ഫ്രീ കിട്ടിയ കാർഡുകൾ വെച്ചുണ്ടാക്കിയ സ്കോഡാണ്. ഡെമ്പലിനെ ഇറക്കാം, എംബാപ്പനെ മാറ്റിയിട്ട്. ഒപ്പോണ്ടിൻ്റെ സ്കോഡ് ഇതാണ്. ഒപ്പോണ്ട സ്കോഡ് സീൻ സ്കോഡാണ്. എന്തായാലും ഒപ്പോണ്ടിൻ്റെ ഫ്രാൻസിൻ്റെ പാക്ക് ഫുള്ള് വാരിണ്ട്. എന്തായാലും വീണ്ടും നെയ്മറിൽ ബോൾ കിട്ടിയിട്ടുണ്ട്. പാസ് കൊടുക്കാം, കിട്ടിയിട്ടുണ്ട്. ഷെവച്ചെങ്കയ്ക്ക് നല്ല ചാൻസാണ്. ഒരു കർവ് കൊടുക്കാം. ഗോളി സേവ് ചെയ്ത്. നല്ല ചാൻസാണ്, പക്ഷെ കുറച്ചുകൂടി കയറ്റി പോയിട്ട് അടിച്ചാൽ മതിയായിരുന്നു. ഒരാവശ്യം ഉണ്ടായില്ല അവിടെ നിന്ന് കേൾ കൊടുക്കണ്ടേ. നെയ്മർക്ക് സ്കില്ലിട്ടിട്ട് ഷോട്ട് അടിക്കാം. സ്കില്ലറിൻ്റെ ഒരാവശ്യം ഉണ്ടായില്ല, ഷോട്ട് അടിച്ചാൽ മതിയായിരുന്നു. ഗോളായാലും മണ്ടത്തരം. എടുത്ത് കസമരെടുത്ത് കിട്ടിയില്ല. എടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ കൊടുക്കാം. ഷെവ നെയ്മർ ഹോൾഡ് ചെയ്ത് തന്നെ കളിക്കാം. എടുത്തിട്ടുണ്ട്. ബ്ലിറ്റ്സടിക്കാനുള്ള പരിപാടി നോക്കാം നമുക്ക്. സ്കില്ല് പാളി കാലിൽ നിന്ന് സ്കില്ല് ഇട്ടപ്പോൾ ബോൾ ബാലൻസ് പോയി. അങ്ങനെ 1 മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ട്. ഒപ്പോണ്ടിനെ പിടിക്കണം. അസാഡ് കയറിക്കൊണ്ട് എടുത്തു.
ഫ്രണ്ടിക്ക് ക്ലിയറായി. കളി കഴിഞ്ഞിട്ടുണ്ട്, സിമ്പിളായിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്മർ വീഴ്ത്തി ടെസലിനെയും തുറാമിനെയും. വീരനെ ഫ്രെയിമിൽ കണ്ടിട്ടില്ല, എവിടെയാണെന്നാവോ.